ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കടന്നു നിലവിൽ യേശു ക്രിസ്തുവിന്റെ സ്തുതിനാമത്തിൽ ഇന്ന് സാക്ഷികളും തിരുവല്ലരായി 14 മാസക്കാലത്ത് ചൊവ്വാഴ്ച കടന്നു നിലവിൽ അവരുടെ സാക്ഷിത്വം ജീവിതത്തിലെ ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞു തുടർന്നുള്ള സാക്ഷ്യത്തിനായി പറഞ്ഞ ചിന്ത വേഗം പറഞ്ഞു. സദൃശവാക്യം 8-ാം അധ്യായം. പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. പ്രവൃത്തികളുടെ ആരമായി ആദ്യം ജനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടായിരുന്നു. ഭൂമിയിൽ മനുഷ്യനായി വന്നു ക്രിസ്തുവിനെ കുറിക്കുന്ന ചിന്തയാണ് പറയുന്നത്. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉത്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ ഉത്പത്തിക്ക് മുമ്പേ കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യനെ അവതരിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ. ഒരു പ്രവൃത്തി ഭൂമിയിൽ ഉണ്ടാകും മുമ്പേ ആദ്യം ഉണ്ടായിരുന്ന യേശു എന്നാണ് വെളിപ്പെടുത്തിയത്. പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിലെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴങ്ങളിലെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോൾ അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനകളെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ദൈവത്തിന് മുമ്പാകെ ഒരു ശില്പപണി ഭൂമിയെ ഒരുക്കുന്ന ഒരു പണിയിലായിരുന്നു. ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ഒരു പൈതലിനെ പോലെ സന്തോഷിക്കുന്ന പ്രമോദമുള്ള ഒരുവനായിരുന്നു പുത്രൻ. എന്റെ മടിയിലായ അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. ഭൂമിയിലെ കർത്താവിനെ കളിച്ചും രസിച്ചും പ്രകൃതിയുടെ സൃഷ്ടികളെ കണ്ട് ആനന്ദിക്കുന്നവരൊക്കെ. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട്. എന്റെ ഇഷ്ടം മനുഷ്യപുത്രന്മാരോട്, മനുഷ്യരോടാണ് എന്റെ ഇഷ്ടം. അതുകൊണ്ട് മതി. എന്റെ പ്രമോദം മനുഷ്യരോട് കൂടിയായിരുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ശ്രദ്ധിക്കുന്നത് വേദപുസ്തകത്തിൽ പറയുന്നത് ഭൂലോക സ്ഥാപനത്തിന് മുമ്പേ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പയും കളിയും. ഒരു വ്യക്തി ഭൂമിയിൽ ജനിക്കും മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പേ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ദൈവമായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് എല്ലാം 139 സങ്കീർത്തനത്തിലും 16-ാം വാക്യത്തിൽ പറയുന്നു. എല്ലാം ഞാൻ പിണ്ടകാരമായ കണ്ണനെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. രഹസ്യം വളരെ ചുരുക്കം പറയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു പുസ്തകത്തിൽ പേരെഴുതി വെച്ചിട്ടാണ് ലോകം ഉണ്ടാക്കിയത്. ആ പുസ്തകത്തിൽ എഴുതപ്പെട്ട മക്കളെയാണ് ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യനായി ഓരോ അമ്മയ്ക്കും അപ്പന്റെ മുമ്പിൽ ജനിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മക്കൾ അങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് വേദപുസ്തക ചരിത്രം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ കർത്താവ് മനുഷ്യനോട് വാഴ്ത്തുവാൻ മനുഷ്യനെ ഉണ്ടാക്കി. തന്റെ സാധിച്ച സ്വരൂപത്തിലുണ്ടാക്കി തന്റെ ശ്വാസം ഉയർപ്പം മനുഷ്യൻ ജീവനുള്ള രേഖയിൽ തീർന്നു. അപ്പൊ ഇപ്പോ നിങ്ങൾ ദൈവത്തിന്റെ മക്കള് അവന്റെ ശ്വാസവും അവന്റെ കൈവേലിയുമാണ്. മനസ്സിലാക്കണം. അവരോടൊപ്പം ഭൂമിയിൽ ഒന്ന് താമസിക്കുന്നവനിക്ക് അവരോട് എനിക്ക് കളിക്കണം, അവരോട് രസിക്കണം. എന്നിട്ട് ഇവിടുത്തെ കാലം കഴിയുമ്പോൾ അവരെ നിത്യതയിൽ കൊണ്ടുവന്ന് അവിടെ സ്വസ്ഥമായും കാലാകാലങ്ങളിൽ വാഴുവാൻ അവരെ എനിക്ക് വേണം. അതാണ് സൃഷ്ടിയുടെ ചെറിയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദൈവമക്കളായിട്ട് ജനിച്ചവരാരും പല കാലങ്ങളിലാണെങ്കിലും
ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ മനുഷ്യനെ ഡിസൈൻ ചെയ്ത് റെക്കോർഡുകളിൽ എഴുതി വെച്ച പിള്ളേരെയാണ് നാം കാണുന്ന ദൈവമക്കൾ. അങ്ങനെയുള്ളവരുടെ പേര് എന്ത് ചെയ്യുന്നറിയാം? നോക്കാം. 2 വാക്യങ്ങളുമായി വെളിപാട് പുസ്തകം 13:8-9. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഭൂവാസികൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ജീവന്റെ പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്ക കിട്ടും. അപ്പൊ ഇവിടെ ലോകസ്ഥാപനം മുതൽ യാഗമാക്കപ്പെടേണ്ട യേശുവിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടവർക്ക് വിഗ്രഹങ്ങളെ നമസ്കരിക്കില്ല. വെളിപാട് 8:9. വെളിപാട് 17. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ലോകസ്ഥാപനത്തിന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത വിഗ്രഹത്തെയും ജാതിനെയും കണ്ട് നമസ്കരിച്ച് കഴിഞ്ഞു. അടുത്ത് മത്തായി 25:34-41 വരെ ഇവിടെ പറയുന്നത്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം വന്ന് അവകാശം ഫലത്തുള്ളവരെ ജ്ഞാനേക്കായി ഒരു ദിവസം എടുക്കുമ്പോ ആ ചെമ്മരിയാടുകളെയും കൊലയാടുകളെയും വേർതിരിക്കും. ചെമ്മരിയാടുകളെ വലത്തും കൊലയാടുകളെ ഇടത്തും നിർത്തും. അപ്പൊ വലത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുകയും. ദൈവത്തിന്റെ മക്കളുടെ ജീവിതാരംഭം ഇന്നലെയും അത് യോമനോട് ദൈവം പറയും, ഇതിന്റെ വയസ്സൊക്കെ കുറവല്ലല്ലോ. അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മളത്തെ പിള്ളേർ കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ വിവാഹം എടുത്ത് പ്രാർത്ഥിക്കുമ്പോ ദൈവരാജ്യത്തിൽ നയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരാണ് ദൈവമക്കള്. അവരുടെ വിശേഷത എന്താണെന്ന് നോക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 3:11. അവൻ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ നിത്യത മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ നിത്യതയും ഇവിടെ വെച്ചാണ് ദൈവമക്കളെ. അത് ഇവിടെ തിരുവചനം കേട്ട് നിത്യത. അടുത്ത് വീണ്ടും നോക്കാം നമുക്ക്. എഫേസ്യർ 1:14. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിത്യരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്നുള്ള വാഗ്ദത്തത്തിൽ നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവമക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ എത്തുവാനുള്ള അഡ്വാൻസ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. ഇനിയും എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 1:22 ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം ഹൃദയങ്ങളിൽ തന്നുവരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:48-49 ജ്ഞാനികൾ വചനം കേട്ട് സന്തോഷിച്ചു നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി എന്നാണ് നിയമിച്ചത് മനസ്സിലാക്കി. നിത്യജീവനായിട്ട് ഒരു പൈതലിനെ എന്നാണ് ദൈവം നിയമിച്ചത്? ലോക സ്ഥാപനത്തിന് മുമ്പേ. അതാണ് അവിടെ ഈ ശിഷ്യന്മാരെ പ്രസംഗിച്ചു. അവിടെ പലരും എതിർത്തു, അവരെ ഉപദ്രവിക്കാൻ വന്നു ദാസന്മാരെ. എങ്കിലും വചനം കേട്ട ദൈവമക്കൾ സന്തോഷിക്കുകയും അവരെ നോക്കുമ്പോൾ അവർ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വചനം കേട്ട് സന്തോഷിച്ചു. അപ്പൊ എന്നാണ് നിങ്ങൾ നിയമിച്ചത്? നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവേദനായി ജീവിക്കാൻ എന്നാണ് നിങ്ങൾ നിയമിച്ചത്? ഇന്നലെയും അത് ഞാൻ പറയാം. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറഞ്ഞിട്ട് ഓടരുത്. യാതൊരു മാനസാന്തരം ഇല്ല. കയ്യിന്റെ വഴിയിൽ നോക്കുമ്പോൾ കയ്യിൽ അവയിലും അതാകുമ്പോഴേക്കും പഴം തിന്നു, നന്മയിലും തിന്മയിലും. ആ പഴം തിന്നയിൽ തിന്മയിൽ ജനിച്ച മരമാണ് കായി. നന്മയിൽ ജനിച്ചതാണ് അവയിൽ. കായി ദുഷ്ടനിൽ നിന്നുള്ളവനാകിയാൽ അവൻ സഹോദരനെ കൊന്നതുപോലെ അല്ല. യാതൊരു കൊലപാതകങ്ങളും ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരാണ്. 2 പിള്ളേർ ജനിക്കാൻ കാരണം എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ നന്മ തിന്മയുടെ വൃക്ഷം പറിച്ചു നിന്നപ്പോ നന്മയുടെ മകനായി ഒന്നും
തിന്മയുടെ മകനാണ് തോന്നുന്നു. അപ്പൊ അവര് പിശാചിന്റെ ഉപദേശം കേട്ട് തിന്ന പഴത്തിൽ ആദ്യം കിട്ട മകനാണ് കയ്യിൽ. നമ്മളും അതിൽ ഉൾപ്പെട്ടതാണോ നോക്കിയത്. എന്നാൽ നന്മയുടെ പഴത്തിൽ വന്നത് പാപയിൽ. അത് രണ്ടിന്റെ ചിത്രം ദൈവം ഉൽപ്പത്തിയിൽ കൊടുത്തിരിക്കും. അപ്പൊ അതുപോലെ നമ്മിലും നന്മയും തിന്മയുള്ള ഫലങ്ങളുണ്ട്. രണ്ടും കർത്താവ് പറഞ്ഞു, ഒരു വയലൊരുക്കി അതിൽ നല്ല വെച്ച് വിതച്ചു ഉറങ്ങി എണീറ്റിരുന്നു, അതിൽ കളകളും പൊളിച്ചു. അപ്പൊ കള എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചപ്പോ ദൈവം പറയാണ്, അത് ശത്രു വിതച്ചത്. ശത്രു പിശാച് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും ദേശത്തിലും ശത്രു വിതച്ച ഒരുപാട് ദുഷ്ടാത്മാക്കളുണ്ട്. അതൊന്നും ദൈവരാജ്യത്ത് പോകില്ല, പോകാനുള്ളവരല്ല. ഈ ബഹളം വെച്ചോണ്ട് ആരാനാണ് ദൈവം. അവർക്ക് ആത്മാവില്ല. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാക്കും. ബഹളവും വെച്ച് പറയാം മറുവാഴ്ചയൊക്കെ തകർക്കുമ്പോ അതിലൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്ന ദൈവമക്കൾക്കുള്ള ദൈവം തെറ്റിപ്പോയതിനെ തിരുത്താനാണ് ദൈവശബ്ദം. എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അന്യന്റെ ശബ്ദം. അപ്പൊ കർത്താവിന്റെ ശബ്ദം നിങ്ങൾ എവിടെ വെച്ച് കേട്ടു? എവിടെ വെച്ച് കേട്ടു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആത്മാവിനാൽ ജനിക്കുമ്പോൾ തന്നെ മുദ്രയിട്ട് അയച്ചപ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമൊന്നും മനസ്സിലാക്കി കർത്താവിനെ പിൻവലിച്ചു. എന്നാൽ ശത്രുവിന്റെ ബഹളം വയ്ക്കുന്ന ആത്മാവിനെ കാണുമ്പോൾ ബഹളത്തിന്റെ ആത്മാവല്ല, ദൈവത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ആത്മാവ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നെ തോന്നുന്നു. അത് ലോകത്തിനൊന്നും പറയില്ല. നിങ്ങൾക്ക് സമാധാനം മൈക്ക് കിട്ടിയ അടിച്ച് പൊളിച്ച് തകർത്ത് തടി എത്രയോ ബഹളം കാണിക്കുമ്പോൾ ആത്മാവ് വരുന്നതാണ്. കയ്യടിക്കുമ്പോൾ വിളിച്ച് സ്വീകരിക്കേണ്ടതല്ല ദൈവത്തിന്റെ ആത്മാവ്. കയ്യടി കൊടുക്കാൻ പറ്റും. ആർക്ക് കയ്യടി? കൂടാ സ്വർഗരാജ്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന എങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. കയ്യടി അത് ചെപ്പടി വെക്കാനാണ് പറയുന്നത്. അത് പണ്ടി മന്ത്രവാദികൾ കങ്കട്ടൂത്തി കാണിക്കുന്നത്. എല്ലാവരും കൈയ്യടി. അവൻ ഒരു ഉച്ചങ്ങ എടുത്തിട്ട് പച്ചയായിട്ട് തോന്നണം ഒരു പങ്കുകളാക്കി പറഞ്ഞു പച്ച പറഞ്ഞു പ്രാവെള്ളത്തിൽ പറഞ്ഞു ഒരു ഉച്ചങ്ങാണ് എടുത്തത്. അല്ലെങ്കിൽ കല്ല് അതല്ല, അത് ചെപ്പടി വെക്കാണ്. നമുക്ക് ചെപ്പടിക്കാൻ പറയാം. കൈയടിച്ചോ, കൈയടിക്കുമ്പോ കയ്യടി. ഇവിടെ ആരാധിക്കുമ്പോ കയ്യടി പലരും ഒന്നും വേണം. ഇൻട്രോപ്പ് സൈലൻസ്. ഒരു പിന്നെ വിഴുന്നാൽ സ്വർഗതയെന്നറിയാൻ വിഴുന്നു നാശം. കർത്താവിന്റെ നാമത്തെ ആരാധിക്കുന്നു ഭയവെച്ചോടെ കിരീടങ്ങൾ കർത്താവിന് മുമ്പിൽ ഇട്ട് ആരാധിക്കുമ്പോൾ. പക്ഷെ വേറെ സമയം പറയുന്ന കരുവെള്ളത്തിന്റെ ഇരച്ചിൽ അത് ഈ സന്ദർഭമല്ല. അതൊക്കെ വേറെ അനുഭവങ്ങളാണ്. അതിനോട് ഞാൻ വേണമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ലാത്ത ആരും ദൈവരാജ്യത്തിൽ കാണില്ല. വചനം വ്യക്തമാക്കി എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് വിശ്വസിച്ചാൽ മതി. നീ ദൈവത്തിന്റെ മഹത്വം. കർത്താവ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിച്ചാൽ, അവൻ ആശ്രയിച്ചാൽ അതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പറയുന്ന കുരിശിലെ കള്ളൻ ഒരുത്തൻ കർത്താവിനെ കുറ്റം പറഞ്ഞു. എന്താ പറഞ്ഞു? നാം സർവശിക്ഷാധിയിലായിരിക്കാണ്, അവനെ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവനെ ശരണപ്പെടണം എന്ന് പറയുമ്പോ കള്ളൻ പറഞ്ഞു, കർത്താവെ നീ പുറത്തു കളയണം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഇന്ന് നീ എന്നോട് അത് ഒരു വ്യവസ്ഥയും മകനെ അല്ലെങ്കിൽ മുദ്രയിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച ഒരു പൈതലിനെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൈഡൻസ് ആയിട്ടാണ്, അവരോടൊപ്പം പാർക്കുവാനും അവരുടെ വൈഷമ്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വീണ്ടെടുപ്പാനാണ് യേശു മനുഷ്യനായി അവതരിച്ച് യാഗമാക്കപ്പെട്ട തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വലിയൊരു ജനം വെള്ളസിദ്ധാന്തത്തിന് മുൻപിൽ ഉരുത്തുകളുടെ ബന്ധമായി ദൈവത്തെ തുടിക്കുന്നു. അവിടെ പറയുന്നു, ദൈവരാജ്യത്തിന്റെ അവകാശം സൗജന്യം, രക്ഷ സൗജന്യം. രക്ഷ സൗജന്യമാകുമ്പോൾ അതിനകത്ത് പത്തിലൊന്നും കൊടുക്കണ്ട. നിങ്ങളെ യാതൊരു പദ്ധതി അവിടെ വേണ്ട. കുടിയനായ അല്ലെങ്കിൽ തൂത്തുപുത്രൻ പോയിട്ട് വരുമ്പോ ഒരു വ്യവസ്ഥയും പറഞ്ഞല്ല അവന് വീട്ടിൽ കയറ്റി തന്റെ മകനായിട്ട് സ്വീകരിച്ചത്. മകൻ തന്നെയാണ് എങ്കിൽ നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾക്ക് ആത്മാവുണ്ടാവും. ഇല്ലാതെ വലിയ പണവരൊന്നും ആത്മാവുണ്ടെന്ന് വിചാരിക്കരുത്. അങ്ങനെ ലോകത്തെ മാനസാന്തരപ്പെടാവുന്ന ഒരു സുവിശേഷം നിങ്ങൾ പറയുന്നതിൽ തെറ്റാണ്. അതുപോലെ തന്നെ ഇപ്പൊ പറയാം, പണ്ട് മിഷണറിമാർ വന്നപ്പോ വലിയ പണങ്ങളെ പിടിച്ചെടുത്തില്ല പ്രസംഗിച്ചത്. ഒരു കൊട്ടാരങ്ങളിലും വലിയ ആൾത്തിരക്കുള്ള വലിയൊരു കുടുംബത്തിനാണ് ചെന്ന് പ്രസംഗിച്ചത്. അന്നത്തെ ബ്രാഹ്മണന്മാരെടുത്താണ് തോമാസ്. അവിടെയൊക്കെ എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഇന്ന് നമുക്ക് പോകരുതെന്ന് പറയുന്ന സ്ഥലത്ത് മിഷണറി അത് വസ്ത്രം കൊടുക്കാൻ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നത്. ഇവിടെ കുറെ പാവങ്ങൾ നമ്മളെ ഇരുന്ന് പൈസ വെള്ളം ഉണ്ടാക്കി വരും. അവിടെ കുറെ കൂടുതൽ സാധിച്ചു. സ്വീശം പറയുന്ന മലയാളം വരൂല, ഒരു ഭാഷയ്ക്ക് വരൂല. സ്വീശം അവന്റെ അടുത്ത തലമുറയായിട്ട് ചിലപ്പോൾ വരുമായിരിക്കും. അപ്പൊ ഉടൻ പറയണത് ഇവിടെ വന്നൊക്കെ സുവിശേഷം പറഞ്ഞവരൊക്കെ അങ്ങനെയായിരുന്നു. ഇല്ലില്ല, അങ്ങനെ ഒന്നുമില്ല. അവിടെ രാജഭരണകാലത്ത് രാജാവിനോട് അവകാശം ചോദിച്ചുകൊണ്ടാണ് അവർ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്തത്. അല്ല ചെയ്യതെന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും ഇറങ്ങിയിട്ടില്ല.
പണ്ട് അവരിങ്ങനെ വന്ന് കഷ്ടപ്പെട്ടു, അവർ കഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പഠിച്ചു. നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു. എന്റെ കുടുംബക്കാരെ ഒരു 4-5 നില പുറകോട്ട് നോക്കുമ്പോൾ മയിലാടിയിൽ മിഷണറി വന്ന അവരെ കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളക്കരയിൽ കുടിയേറി പാർത്തവരായിട്ട് എടുത്തിട്ടുണ്ട്. അവരാരും അന്യതയായിരുന്നില്ല. അന്യതയുള്ളവരും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അവിടെ എവിടെയായി. പക്ഷേ കർത്താവിനെ സ്നേഹിച്ചതും സ്വീകരിച്ചതും ഇന്നും ദൈവത്തിന്റെ തലമുറയിൽ നിൽക്കുന്നതൊക്കെ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. അല്ലാതെ എവിടെയെങ്കിലും ഇരിക്കുന്നതിനെ കുളിപ്പിച്ച് ആചാരജനാധാരെ അത് പാട്ടിയും വിളിച്ച് അവനോട് 5 ദിവസം ഉറങ്ങി നാട്ടുകാർക്ക് കിടക്കുന്ന പോലീസുകാരനെ അടിയും കൊണ്ട് പുളിയിൽ നിന്ന് കരവ് തീർക്കേണ്ട കാര്യമൊന്നുമില്ല. സുവിശേഷ കൊട്ടാരങ്ങളിൽ പറയണം. പൗലോസ് എവിടെയെല്ലാം പറഞ്ഞു, യാതൊരു രാജാക്കന്മാരോട് പറഞ്ഞു, അതേ കൂടുതൽ സ്ഥാപിച്ചോ പോയിടത്തേക്ക്. ഇതൊന്നും കാണുന്നില്ല മിഷണറിമാരെ. ചുമ്മാ ഇടയ്ക്ക് പഠിക്കാനായി കുറിച്ച് അങ്ങ് വടക്കേരിയിൽ തൊഴിൽ ഉയർന്നു പറഞ്ഞ് അയച്ച് പാവപ്പെട്ട ജനത്തിന്റെ പൈസ പിടിച്ച് അവിടെ കൊടുത്തു. ഒന്നും ഒരു കാര്യം നടക്കില്ല. അതൊന്നും ഇവരായിട്ട് പണമല്ല. വേദപുസ്തകത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ആളുകളൊന്നും അല്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കേട്ടവൻ വചനം കേൾക്കുമ്പോ അവന് മുദ്രയിട്ടിട്ടുള്ള അവൻ ലോകസ്ഥാപനത്തിൽ അവൻ കേൾക്കും. അതാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിച്ചില്ല. വായിക്കുന്നത് ബാക്കി അപ്പോസ്തലപ്രവൃത്തി 13:48. ജാതികൾ ദൈവവചനം കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെ വിശ്വസിക്കൂ. അതിന് ഉടനെ കെട്ടി അവിടെ തുണിയില്ലാത്ത വസ്ത്രം കൊടുത്തുകൂടെ ഇരിക്കുന്ന പൈസയൊക്കെ കൊടുത്ത് സോപ്പും വെള്ളം കൊണ്ടും കുളിപ്പിക്കണമെന്നോ മുക്കണമെന്നോ ഒന്നുമില്ല. അതിന്റെ ഒരു തൊഴിലാണ്. നീ അത് എടുത്തിരിക്കുന്ന വേറെ തൊഴിലൊന്നുമില്ല. ആളുകളെ ബന്ധിക്കാൻ, ഇവരെ പണം വയ്ക്കാൻ, കൂട്ടായ്മ ആചരിക്കാൻ, ഒരു തിരുവേലിയൊക്കെ ഉണ്ടാക്കാൻ അതൊരു സൗകര്യമാണ്. ഒരു വ്യവസായമാണത്. കർത്താവ് പറഞ്ഞ് നിങ്ങൾ സുവിശേഷം പറയാൻ പോകണം. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ വന്ദനം ചെയ്യണം. ഒരു സമാധാന ഉത്തരവുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ താമസിക്കണം. സമാധാനം അവന്റെ കൂടെ സമാധാനം ഉണ്ടാകും. ആ വീട്ടിൽ നിന്ന് സമാധാനം പറയും. ഈ സമാധാനത്തിനാണ് ദൈവവൈദ്യത്തെ സമാധാനം ബാക്കിയുള്ള അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അവരെങ്ങനെ ഉണ്ടായി നമ്മളെ വീട്ടിൽ പോകുമ്പോൾ അവനെ വന്ദനം ചെയ്യുമ്പോൾ അവൻ ദൈവവൈദ്യത്തെ സ്വീകരിക്കും. അവൻ ആത്മാവുണ്ട്, അവൻ മനസ്സിലാക്കും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സുവിശേഷം ഞാൻ ആരും ഒരു കാലവും മാനസാന്തരപ്പെടില്ല. നിങ്ങൾ കുറെ പണം കൊണ്ട് പിരിച്ചുറങ്ങി അവിടെ കേട്ട് അവരുടെ നാട്ടുകാർ പൊളി ഇന്ത്യക്ക് അവർക്ക് സുവിശേഷം പറയാൻ ചുടലൊന്നും കിട്ടാറ് തിരിക്കോണുകളിൽ പറയും, റെയിൽവേ സ്റ്റേഷനിൽ പറയും. ദൈവവചനം കേൾക്കുന്ന മാനസാന്തരം അല്ല അറിയുന്നവർ നമ്മളെ ഈ പരക്കാൻ പാടില്ലെന്ന് എന്റെ ആവശ്യമില്ല. കർത്താവ് എന്താ പറയുക, ഏലിയാന്റെ കാലത്ത് എലിയ പറഞ്ഞു ഞാൻ മാത്രം ഒരുത്തനാണ് പ്രസേവിച്ചിരുന്നത് വിശ്വാസം, മറ്റെല്ലാവരെയും ആകാവും ചെറുക്കൊന്നു. അപ്പൊ ദൈവം പറയാണ്, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഇവിടെ ഞാൻ സേവിച്ചിരിക്കുന്നു നിന്റെ സുവിശേഷത്തിൽ. അവര് സുവിശേഷം കേൾക്കും ലോകത്ത്. അത് എവിടെ പറഞ്ഞാലും ദൈവത്തിന്റെ മക്കൾ അത് കേൾക്കാൻ അവർ തെരഞ്ഞെടുക്കുകയും അവർ രക്ഷപ്രാപിക്കുകയും ചെയ്യും. നീ കാര്യമില്ല നടക്കുന്നത്. ഈ ചെയ്യേണ്ട ജോലി വലിയവരുടെ ധരിച്ച് അപ്പൊ നിന്റെ ആരും ഇല്ല. ഈ ചുമ്മാ കാരണത്തിന് തുണിയും കൊടുത്ത് കുരങ്ങന്മാരെ പിടിച്ച് കുടിയിൽ ചെയ്യും. അവര് മതപരിവർത്തനം അവരോട് വേട്ടാനായിരിക്കുന്ന ആളുകളെയാണ് ഈ മതിപരിവർത്തനം ചെയ്യുന്നത്. എന്നവരുടെ ബുദ്ധിയോട് ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ചുമ്മാ നിന്ന് ഛേദിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഒരുത്തൻ ക്രിസ്തുവിലാകാൻ പുതിയ സൃഷ്ടിയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ സൃഷ്ടിച്ച അവരെയാണ്. അതുകൊണ്ട് നോക്കാം എഫേസ്യർ 2:4-10 വരെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാണ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മളിരിക്കുന്ന എല്ലാം ദൈവത്തിന്റെ ദാനം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ആരും വിശ്വാസികളാവില്ല. അവർ ദൈവ ശബ്ദം കേൾക്കും, മാനസം കൂടെ വരും. മാനസാന്തരം ശാരീരം ഇല്ല എന്ന് അറിയണമെങ്കിൽ ഈ യേശു കർത്താവിനോട് ഒരു ശിക്ഷയുണ്ടായിരുന്നു. യോഹന്നാന്റെ 6:70 യേശു അവന് പിശാചാകുന്നതെന്ന് പിന്നെ നമ്മളെ വിട്ടത്. അത് ദൈവാത്മാവുള്ളവനല്ല. അങ്ങനെയുള്ളവന് ദൈവത്തിന്റെ ആത്മാവില്ല. 1 യോഹന്നാൻ 3-ാം 9 മുതൽ 12 വരെ.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. അത് മനസ്സിലാക്കുക. അത് ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അതിന്റെ പാപം ചെയ്യുന്ന വിചാരിന്റെ മകനാണ്. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയ്യും ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുമുള്ളതും അതുകൊണ്ട് അത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും യാതൊരു പ്രസംഗിക്കും കൊലപാതകനാണെങ്കിൽ അവന്റെ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിരിക്കില്ല. ബൈബിളിൽ എഴുതിയിരിക്കലാണ്. അവനാണ് കൺവെൻഷൻ പ്രസംഗി. അടുത്ത് യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. യാതൊരു കൊലപാതകനും നിത്യജീവൻ വസിച്ചിരിക്കില്ല. അതുപോലെ യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാസിന് നിത്യജീവൻ വസിച്ചിരിപ്പില്ല. അതുകൊണ്ടാണ് ദൈവം അവനെ വിട്ടത്. ദൈവത്തിന്റെ മുദ്രയിട്ട് വന്ന് ജനിച്ച പിള്ളയാണെങ്കിൽ കർത്താവിന്റെ ഒരു ദോഷവും ചെയ്യാതെ അവനെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. അവർ കർത്താവിനെ കൊലപാതകത്തിന് കാണിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വേദവസ്തം പഠിച്ച് ദൈവത്തിന്റെ മക്കൾ ആരാണെന്നും പിശാചിന്റെ മക്കൾ ആരാണെന്നും തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ സന്ദർഭം. അതുകൊണ്ട് വേദപുസ്തകത്തില് ദൈവം പറഞ്ഞിരിക്കുന്നത് എഫേസ്യർ 3-ാം കരുണാസമ്പന്നനായ നമ്മൾ സ്നേഹിച്ച മഹാസ്നേഹി കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തതലത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തേശുവിൽ അവനോട് കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തിയ സ്നേഹം, അതാണ് ദൈവത്തിന്റെ സ്നേഹം. നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവീയ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയച്ച് അവന് നിത്യത വരെയും അനുഗ്രഹിച്ച് കർത്താവിനോടൊപ്പം എന്റെ മക്കളെ ഇരുത്തുന്ന അനുഭവം, വിശുദ്ധീകരിച്ച് ഇരുത്തുന്ന അനുഭവം, അത് കൃപയാലല്ലോ. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലുള്ള മക്കളുണ്ട്. സ്വർഗത്തിലുള്ള മക്കളാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. രണ്ട് സ്വർഗത്തിലും ഭൂമിയിലുള്ള ദൈവത്തിന് കുടുംബത്തിന് പേര് വരാൻ കാരണമായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമട്ടുന്നു. ഒന്നും മനസ്സിലാവില്ല. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. അകത്തെ മനുഷ്യൻ ആത്മീയമായ ശക്തി ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, വിശ്വാസത്താലാണ്, അല്ല ഒന്നും വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും പറയുകയാണ്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പോലെ ക്രിസ്തുവിനെ പോലെയുള്ള ഒരു അനുഭവമുള്ളവരായി ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കപ്പിന്റെ ഗുണമക്കളിൽ കാണും. അപ്പൊ അങ്ങനെ സ്നേഹത്തിൽ വേരൂന്നി, ആരാണ് സ്നേഹമാണ്? ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരായി വളർന്ന് ലോകത്ത് ഫലം കായ്ക്കുന്ന ദൈവമക്കളായി ഇരിക്കണം. അങ്ങനെയുള്ള ഒരു സ്നേഹം നമ്മൾ എവിടെ പോയാൽ, ഞാൻ ഒരു സ്നേഹത്തെ കുറിച്ച് ഒരു ഉദാഹരണം പറയും. കർത്താവ് കാനാവിൽ കല്യാണത്തിൽ ക്ഷണിച്ചിരുന്നു. അവിടെ എന്ത് കുറവെന്നോ അത് പരിഹരിക്കും. അതുപോലെ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവവേദന രോഗിയുടെ വീട്ടിൽ പോയാൽ എന്താവശ്യത്തിനായോ നമ്മൾ പോയോ അത് നടക്കും. ദൈവത്തിന്റെ സ്നേഹം ഒരു ഫലമായി തീരും. അല്ല ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് വരണമല്ലാതെ നമ്മളവിടെ പോകുമ്പോൾ ഒരു പ്രവൃത്തി അവിടെ നടക്കും. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും അതാണ്. എന്ത് കുറവുണ്ടോ പരിഹരിക്കപ്പെടുന്ന ഒരു അനുഭവം. കല്ലറയ്ക്കലായിരുന്ന ലാസറുവിനെ കർത്താവ് പോയി അവിടെ പരിഹരിക്കപ്പെട്ടു. ദൈവമക്കൾ എവിടെ പോയാലും ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകും. അതത്ര ദൈവസ്നേഹം വെളിപ്പെടുത്താത്തവൻ ദൈവത്തിന്റെ മകനായിരുന്നു. നമ്മളടുത്ത് പോകുമ്പോ, നമ്മളൊരാൾ പ്രാർത്ഥിക്കുമ്പോ, നമ്മളവിടെ ഇടപെടുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടന്നിരിക്കും, അടക്കം. അതാണ് ദൈവസ്നേഹത്തിന്റെ മകൻ, ദൈവത്തിന്റെ പൈതലിന്റെ ഉത്തരവാദിത്വം. അവിടെ മനുഷ്യനെ
ഞങ്ങളിൽ ഒന്നും തരാനില്ല. പള്ളി പൊന്നിഞ്ഞ കിട്ടില്ല, നോക്കണ്ട. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുതി നടക്കും. ഇന്നും സംഭവിക്കും, നടന്നിട്ടുണ്ട്. അനേക പ്രവർത്തനം എനിക്കറിയാം. യേശുവിൽ അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്നും നമ്മൾ വടക്കേലൊക്കെ പോകുമ്പോ അല്പവിശ്വാസികൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സൗഖ്യം ഭൂതങ്ങൾ ഓടും. ഇപ്പോഴും ഭൂതങ്ങൾ ഓടുന്നുണ്ട്, എനിക്കറിയാം. അവിടെ വന്ന് പലർക്കും മനസ്സിലാകാൻ കഴിയും. ഞാൻ എവിടെയെങ്കിലും പോയാൽ ജാതികളാ കിട്ടുന്നത് ഒരുപാട് അനുഭവങ്ങളാണ്. അത് അവർക്ക് നമുക്കറിയാനൊക്കില്ല. അങ്ങനെ ഉണ്ട് ഭൂതത്തിന്റെ. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി, ദൈവത്തിന്റെ മക്കളാണ്. അവരെ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തില് പാപരഹിതരായി കൊണ്ടുപോകാനാണ് കർത്താവ് മനുഷ്യനായി വന്നത്. അല്ലാതെ പിശാചിന്റെ മക്കളെ കൊണ്ടുപോകാനല്ല. നിങ്ങൾ വിചാരിക്കുന്നവരാരും മാനസാന്തരപ്പെടില്ല. ഏത് ജാതിയിലും ഏത് മതത്തിലും വിശ്വാസത്തിലുള്ളവരും ക്രിസ്തീയ ഇതിൽ മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്താൽ ഉൽപ്പത്തിക്ക് മുമ്പ് പുസ്തകത്തിൽ എഴുതിയാണ് അയച്ചിട്ടുണ്ടെങ്കിൽ, അവൻ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിലെത്തും. അതിനെ വചനം കേൾക്കും, ദൈവം അവനെ കേൾപ്പിക്കും. ഒരു സബനത്തിലൂടെയെങ്കിലും എന്തെങ്കിലും ദൈവം ഇടപെട്ട് അവന് നിത്യതവരെയും കൊണ്ട് വന്നായിട്ട് കാണാതെ അവന് തിരഞ്ഞെടുപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ ഇനി റോബർക്ക് എഴുതിയാണ് 8:28-30 ബാക്കി. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, വിളിച്ചത് മുദ്രയിട്ട് അയക്കപ്പെട്ടവരാണ്. വഴിയമാണാത്ത കാര്യമാണ് പറഞ്ഞത്. കർത്താവായി റോബർ 8:28-30 വാക്ക്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം, എന്നാൽ നിർണയിച്ചത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ദൈവം നന്മയ്ക്കായി കൂടെ വ്യാപരിക്കും എന്ന് നാം അറിയും. അവൻ മുൻ അറിഞ്ഞവരെ, അറിഞ്ഞവരെ തന്റെ പുത്രന്റെ കൂടെ അനേകം സഹോദരന്മാരും ആദ്യജാതനാകേണ്ടത്. കർത്താവ് ജനിക്കുമ്പോൾ അവരോടൊപ്പം ആദ്യജാതനായ ക്രിസ്തുവാണ് ഉയർത്തെഴുന്നേൽക്കുക. ആദ്യം വെച്ചത് അതിനോടൊപ്പം അനുരൂപമാകുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ ദൈവം നീതീകരിച്ചും നീതീകരിച്ചവരെ നിത്യതയിലേക്ക് തേജസ്കരിച്ചു കഴിക്കും. ദൈവത്തിന് വാക്കുകൾ വായിച്ച് പഠിക്കും. നമുക്ക് ഈ സ്നേഹത്തിന്റെ ആഴം സെക്കൻഡ് സെറ്റ് കൂടുതലായിട്ട് പഠിക്കാം. വായിച്ചത് പറഞ്ഞുകൊണ്ടെന്നില്ല മനസ്സിലാവില്ല. പ്രാർത്ഥിക്ക് പഠിക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരുമെന്ന്. ആഴവും നീളവും വീതിയും ദൈവത്തിന്റെ സ്നേഹത്തിൽ വേരൂന്നി. വേര് കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിലായിരിക്കണം. അതിന് അടിസ്ഥാനപ്പെട്ടവരായി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഇവിടെ നിന്ന് ആഴവും നീളവും ഒരുമിച്ച് നമുക്കിവിടെ നീളവും വീതി ആഴം. ആഴം താഴത്തൊന്നും നടക്കാൻ പറ്റില്ല. മണ്ണിലേക്ക് മുകളിലോട്ട് പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ മുകളിൽ ആകാശത്തിൽ എവിടെയെങ്കിലും നിന്നിട്ട് നോക്കണം. എന്റെ നീളവും ആഴവും വീതിയും തിരിച്ചെടുത്ത്. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും. ഒരാൾ ട്രെയിനിൽ ഇരുന്നിട്ട് നടന്നു നോക്ക്. മുകളിലോട്ട് പോയാൽ ഉണ്ടോ അളക്കാനില്ല, ഒരു പോലെയില്ല. വടക്കോട്ടെ തെക്കോട്ടെ ഏത് വശത്താണെന്ന് നോക്കി താഴോട്ട് നോക്കി. ഇവിടെ ആഴം കുറച്ചുകൂടെ പൊങ്ങുന്നവരും ആഴത്തിൽ നിന്ന് കാണാം. ദൈവസ്നേഹം അത്രവല്ല. അത് ഗ്രഹിക്കാനുള്ള കഴിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് തരട്ടെ. എളുപ്പമല്ലാതെ എങ്കിലും പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഇവിടെ ആളുകൾ വിചാരിക്കുന്നത് എല്ലാവരും ദൈവത്തിന് കൊണ്ടുപോകുന്ന ആരെങ്കിലും പോകും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നുള്ള ദൈവത്തിന്റെ മക്കൾ അതവർ ഗ്രഹിച്ചുകൊണ്ട് തന്റെ മക്കളായി ജീവിച്ച് അന്യപ്പെടാതില്ല. യൗവനം മുതൽ അല്ലെങ്കിൽ ബാല്യം മുതൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ശ്രദ്ധയോടെ വളർത്തുവാനും അങ്ങനെ ഒരു ദൈവ പൈതൽ വേണമെന്ന് കുടുംബത്തിൽ വേണമെന്ന് ആഗ്രഹിക്കാനും അങ്ങനെ ഒരു കുടുംബ ബന്ധത്വമാണ് നമുക്ക് വരേണ്ടതെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്തെന്ന് ലോകത്തിലെ സകല വിശുദ്ധന്മാരുടെ ജ്ഞാനത്തോടൊപ്പം ഗ്രഹിപ്പാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തു ഉയർത്തുന്ന ആദ്യബലത്തോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് നിത്യതയിലിരുപ്പാൻ നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്. ലോക സ്ഥാപനം മുതൽ ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിട്ട് അയച്ചിരിക്കുന്നു. ആത്മാവുള്ളവർ ദൈവശബ്ദം കേൾക്കും. അങ്ങനെ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വചനം ഇന്നാ നിയമിച്ചത്. ഹല്ലേലൂയ. പഠിക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടല്ലോ. ലോക സ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും നീ പോയി പങ്കാളികളാണ്. ആഴമായ ദൈവ സ്നേഹത്തിൽ വളർന്ന് ദൈവത്തിന്റെ പ്രിയമക്കളായി ദൈവത്തിൽ സ്നേഹം വെളിപ്പെടുത്തുന്ന മക്കളായി എവിടെയെങ്കിലും പോയാൽ അതിന്റെ കുറവ് പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവവൈദ്യങ്ങളായിരിക്കും. പരിശുദ്ധാത്മാവോടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തിയിൽ കുറവുകളെ ക്ഷമിക്കുന്നു.
യേശുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.